പ്രകൃത്യാ നീതിയുടെ സിദ്ധാന്തങ്ങൾ ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? പ്രകൃത്യാ നീതിയുടെ സിദ്ധാന്തങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഉത്തരം സർട്ടിയോററി. പ്രകൃത്യാ നീതിയുടെ സിദ്ധാന്തങ്ങൾ ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? സർട്ടിയോററി. ഭരണകൂടത്തിൻ്റെ ആജ്ഞാത്വത്തിന് എതിരായ പ്രതിരോധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണകൂടത്തിൻ്റെ ആജ്ഞാത്വത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് എതിരായ പ്രതിരോധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണകൂടത്തിൻ്റെ ആജ്ഞാത്വത്തിന് എതിരായ പ്രതിരോധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം അനുച്ഛേദം 14. ഭരണകൂടത്തിൻ്റെ ആജ്ഞാത്വത്തിന് എതിരായ പ്രതിരോധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 14. പണ്ഡിറ്റ് രാം നാരായൺ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പണ്ഡിറ്റ് രാം നാരായൺ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സാരംഗി. പണ്ഡിറ്റ് രാം നാരായൺ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാരംഗി. ചന്ദ്രയാൻ 2 ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് പൂർത്തിയാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? ചന്ദ്രയാൻ 2 ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് പൂർത്തിയാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? ഉത്തരം റഷ്യ. ചന്ദ്രയാൻ 2 ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് പൂർത്തിയാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? ഉത്തരം റഷ്യ. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? 4-ാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം 4-ാം പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നും സ്വീകരിച്ചതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നും സ്വീകരിച്ചതാണ്? ഉത്തരം അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നും സ്വീകരിച്ചതാണ്? അയർലൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി കൽക്കട്ട ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി കൽക്കട്ട ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം. ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത് ബാലവേല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത് ബാലവേല. പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്ര സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്ര സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? ഉത്തരം 79. പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്ര സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? ഉത്തരം 79. ലോക വനിതാ ദിനം. ലോക വനിതാ ദിനം മാർച്ച് 8. ലോക വനിതാ ദിനം മാർച്ച് 8. അവൾ ഏതു സർവനാമ വിഭാഗത്തിൽ പെടുന്നു? അവൾ ഏതു സർവനാമ വിഭാഗത്തിൽ പെടുന്നു? പ്രഥമ പുരുഷൻ. അവൾ ഏതു സർവനാമ വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം പ്രഥമ പുരുഷൻ. ആയിരത്താണ്ട് സന്ധിയത് ആദേശം. ആയിരത്താണ്ട് സന്ധിയത് ആദേശം. ആടുജീവിതം രചയിതാവാര്? ആടുജീവിതം രചയിതാവാര്? ബെന്യാമിൻ. ആടുജീവിതം രചയിതാവാര്? ബെന്യാമിൻ. കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാര്? കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാര്? VV അയ്യപ്പൻ. കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാര്? VV അയ്യപ്പൻ. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ശൂരനാട് കുഞ്ഞൻപിള്ള. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ശൂരനാട് കുഞ്ഞൻപിള്ള. ശരിയായ പരിഭാഷ ഏത്? നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദി ടിംഡ് ബ്രൈവ്. ശരിയായ പരിഭാഷ ഏത്? നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദി ടിംഡ് ബ്രൈവ്. ഉത്തരം ആവശ്യം വന്നാൽ ഒന്നിനും കൊള്ളാത്തവനും ധീരനാവും. ആവശ്യം വന്നാൽ ഒന്നിനും കൊള്ളാത്തവനും ധീരനാവും. ശരിയായ പരിഭാഷ ഏത്? നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദി ടിംഡ് ബ്രൈവ്. ആവശ്യം വന്നാൽ ഒന്നിനും കൊള്ളാത്തവനും ധീരനാകും. ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൺ ദാൻ ടു ലിവ് ലൈക്ക് ആൻ ആസ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൺ ദാൻ ടു ലിവ് ലൈക്ക് ആൻ ആസ്. സമാനമായ പഴഞ്ചൊല്ലേത്? ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതിയായി ജീവിക്കുന്നതിലും നല്ലത്. ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതിയായി ജീവിക്കുന്നതിലും നല്ലത്.
പരോക്ഷ നികുതി ഏത്? പരോക്ഷ നികുതി ഏത്? എക്സൈസ് ഡ്യൂട്ടി. പരോക്ഷ നികുതി ഏത്? എക്സൈസ് ഡ്യൂട്ടി. അംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ സ്ഥാപകൻ ആര്? അംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ സ്ഥാപകൻ ആര്? പീറ്റർ ബെൻസൺ. അംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ സ്ഥാപകൻ ആര്? പീറ്റർ ബെൻസൺ. പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്ത്? പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്ത്? ഉയർന്ന താപനില അളക്കുന്നതിന്. പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്ത്? ഉയർന്ന താപനില അളക്കുന്നതിന്. 2011 ഫെബ്രുവരിയിൽ ഈജിപ്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആര്? 2011 ഫെബ്രുവരിയിൽ ഈജിപ്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആര്? ഹോസ്നി മുബാറക്. 2011 ഫെബ്രുവരിയിൽ ഈജിപ്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആര്? ഹോസ്നി മുബാറക്. ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം. ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം ദിനാർ. ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം ദിനാർ. അരവിന്ദ് ഘോഷ് രചിച്ച പുസ്തകം ഏത്? അരവിന്ദ് ഘോഷ് രചിച്ച പുസ്തകം ഏത്? ലൈഫ് ഡിവൈൻ. അരവിന്ദ് ഘോഷ് രചിച്ച പുസ്തകം ലൈഫ് ഡിവൈൻ. അപ്പോൾ ചോദ്യങ്ങളൊന്നും കൂടി ആവർത്തിക്കാം. പ്രകൃത്യ നീതിയുടെ സിദ്ധാന്തങ്ങൾ ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? സർട്ടിയോററി. ഭരണകൂടത്തിൻ്റെ ആജ്ഞാത്വത്തിന് എതിരായ പ്രതിരോധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 14. പണ്ഡിറ്റ് രാം നാരായൺ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാരംഗി. ചന്ദ്രയാൻ 2 ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് പൂർത്തിയാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? റഷ്യ. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? 4-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നും സ്വീകരിച്ചതാണ്? അയർലൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി? കൽക്കട്ട ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്? SBI. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം? 1976. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത്? ബാലവേല. പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്ര സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? 79. ലോക വനിതാ ദിനം? മാർച്ച് 8. അവൾ ഏതു സർവനാമ വിഭാഗത്തിൽ പെടുന്നു? പ്രഥമ പുരുഷൻ. ആയിരത്താണ്ട് സന്ധി ഏത്? ആദേശം. ആടുജീവിതം രചയിതാവാര്? ബെന്യാമിൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? VV അയ്യപ്പൻ. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ശൂരനാട് കുഞ്ഞൻപിള്ള. ശരിയായ പരിഭാഷ ഏത്? നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദി ടിമിഡ് ബ്രേവ്. ആവശ്യം വന്നാൽ ഒന്നിനും കൊള്ളാത്തവനും ധീരനാകും. ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലയൺ ദാൻ ടു ലിവ് ലൈക്ക് എൻ ആസ്. സമാനമായ പഴഞ്ചൊല്ലേത്? ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതിയായി ജീവിക്കുന്നതിലും നല്ലത്. പരോക്ഷ നികുതി ഏത്? എക്സൈസ് ഡ്യൂട്ടി. ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ സ്ഥാപകൻ ആര്? പീറ്റർ ബെൻസൺ. പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്ത്? ഉയർന്ന താപനില അളക്കുന്നതിന്. 2011 ഫെബ്രുവരിയിൽ ഈജിപ്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആര്? ഹോസ്നി മുബാറക്. ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം? ദിനാർ. അരവിന്ദ് ഘോഷ് രചിച്ച പുസ്തകം ഏത്? ലൈഫ് ഡിവൈൻ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.